നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മെസ്സി ആ ഗോൾ ആഘോഷിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയധികം നേട്ടങ്ങളൊക്കെ നേടിയ മനുഷ്യൻ ഇപ്പോഴും ഈ കളിക്കൊക്കെ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നല്ലോ. പറയുന്നത് അറ്റ്ലസിൻ്റെ കോച്ച് ഗോൺസാലോ പിനെഡയാണ്. ഇന്ന് ലീഗ്സ് കപ്പിൽ ലിഗ എംഎക്സ് ക്ലബ്ബായ അറ്റ്ലസിനെ 2-1 MLS ക്ലബ്ബായ ഇൻ്റർ മയാമി പരാജയപ്പെടുത്തിയത്. മയാമിയുടെ 2 ഗോളുകൾക്കും അസിസ്റ്റ് കൊടുത്തത് ലിയോ മെസ്സി ആയിരുന്നു. അവസാന ഘട്ടത്തിലാണ് അവരുടെ വിജയ ഗോൾ വെയിൻറ്റ് നേടുന്നത്. അതിൻ്റെ അസിസ്റ്റും മെസ്സിയുടെ വക. ആ ഗോളിന് ശേഷം മെസ്സി വലിയ ആവേശത്തോടു കൂടി അത് ആഘോഷിക്കുന്നത് നമ്മളൊക്കെ കണ്ടു. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ പിന്നീട് പറയുന്നത്. ഞാൻ സർപ്രൈസ്ഡായി പോയി മെസ്സിയുടെ ആ ഒരു സെലിബ്രേഷൻ കണ്ടപ്പോൾ, ആ ഗോൾ അദ്ദേഹം സെലിബ്രേറ്റ് ചെയ്യുന്ന രീതി കണ്ടപ്പോൾ. അത് കൃത്യമായിട്ട് കാണിക്കുന്നു ഈ മത്സരങ്ങൾക്കൊക്കെ അദ്ദേഹം എന്ത് തരത്തിലുള്ള ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത് എന്ന്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിന്നിങ് മെൻറ്റാലിറ്റി. ഇപ്പം കരിയറിൽ എല്ലാം നേടിക്കഴിഞ്ഞിട്ട് എന്നിട്ടും ഈ ഒരു വിന്നിങ് മെൻറ്റാലിറ്റി അതുപോലെ നിർത്തുന്നു. സോ അദ്ദേഹം ഫുട്ബോൾ ആസ്വദിച്ചുകൊണ്ട് വളരെ ഇൻറ്റൻസ്ലി ആയിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്നാണ് ഗോൺസാലോ പിനെഡ പറയുന്നത്. അത് വളരെ വളരെ കൃത്യമായിട്ടുള്ളൊരു നിരീക്ഷണമാണ്. കളിക്ക് ശേഷം മെസ്സി തന്നെ പറയുന്നുണ്ട്, എല്ലാ കിരീടങ്ങൾക്ക് വേണ്ടിയിട്ടും ഞങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യണം. ഈ ടീം മികച്ച ടീമാണ്, ഞങ്ങളെ കൊണ്ടത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന്. എല്ലാം നേടിക്കഴിഞ്ഞ മനുഷ്യനാണ്. എന്നിട്ടാണ് ലീഗ്സ് കപ്പ് പോലുള്ളൊരു കപ്പിൽ, ഒരു ടൂർണമെൻറ്റിൽ അവസാന നിമിഷം ടീം വിജയിക്കുമ്പോൾ അതിങ്ങനെ ആഘോഷിക്കുന്നത്. യെസ്, മെസ്സിയിൽ ആ ഹങ്ങർ ഇനിയും ബാക്കിയുണ്ട്. എതിരാളികൾ സൂക്ഷിക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.